കുറച്ച് നാൾ മുമ്പ് ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഔട്ട്ഡോർ ടാങ്കിൽ കിടക്കുന്ന ആൽബിനോ ജയന്റ് ഗൗരാമികളെ കാണിക്കുമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് തീറ്റ കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ആ സമയത്ത് അതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് 1 ഫീറ്റ് വരുന്ന 2 ആൽബിനോ ജയന്റ് ഗൗരാമികൾ കിടക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയ 2 ആൽബിനോ ജയന്റ് ഗൗരാമികളാണ്. അത് കഴിഞ്ഞിട്ട് 2 ചെറുതിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുകളിലെ ബക്കറ്റിൽ 2 കിടക്കുന്നുണ്ട്. ഏകദേശം 5 ഇഞ്ച് വരുന്ന ചെറിയ സൈസ്. ഇവർ ആ ബക്കറ്റിലായിരുന്നു കിടന്നിരുന്നത്. വലിയ സൈസ് ആയപ്പോൾ നമ്മൾ ഈ ടാങ്കിലേക്ക് മാറ്റിയതാണ്. പിന്നെ ഇതിനകത്ത് ബ്ലാക്ക് ജയന്റ് ഗൗരാമികൾ ഒരു 3 കിടക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു 2 1 ഫീറ്റ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം അത്ര ആയിട്ടില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ആൽബിനോ. പിന്നെ ഒരു ആൽബിനോ കൂടി ഉണ്ട്. എല്ലാത്തിനും ഒന്നും ഒരുമിച്ച് നമ്മൾ മുകളിൽ കാണാറില്ല. കുറച്ച് പെല്ലറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽബിനോകളും ബ്ലാക്കുകളും തമ്മിൽ ചെറിയ ഫൈറ്റ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. ബ്ലാക്ക് വെറൈറ്റിയാണ് നമ്മൾ ആദ്യം കൊണ്ടിട്ടത്. അതുകൊണ്ട് അവർ ഇതിനകത്ത് ടെറിട്ടോറിയലായി. പിന്നെയാണ് നമ്മൾ ഈ ആൽബിനോകൾ വിടുന്നത്. അതുകൊണ്ട് ആൽബിനോകളെ അവർ കൊത്തി ഓടിക്കാനായിട്ട് തുടങ്ങി. ഇത് ടാങ്ക് കുറച്ച് സൈസ് ഉള്ളതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അവർക്ക് മാറി നിൽക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ വന്ന് എന്തോ കൊത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് വന്ന് എന്തോ വാല് കൊത്തി എന്തോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഓടിപ്പോയത്. പിന്നെ നമ്മളിതുപോലെ ക്യാമറയൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മളവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് അവരങ്ങനെ വരില്ല. നമ്മൾ ഈ നെറ്റൊക്കെ ക്ലോസ് ചെയ്ത് കുറച്ചൊന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വന്ന് കഴിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാം. ഈ ആൽബിനോകൾ കഴിക്കുന്നത് നമുക്ക് മാറി നിന്നാൽ ക്ലിയർ ആയിട്ട് കാണാം. കാരണം ഇത് വൈറ്റ് ആയതുകൊണ്ട് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ ബ്ലാക്കുകൾ കഴിക്കുന്നതൊന്നും നമുക്ക് നെറ്റിൻ്റെ മുകളിൽ കൂടി ഒന്നും കാണാൻ പറ്റില്ല. അതിങ്ങനെ പൊക്കി നോക്കിയാൽ തന്നെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെ ഒരു ഫൈറ്റ് ഇഷ്യൂ ഇതിനകത്ത് നടക്കുന്നത് കൊണ്ട് ഈ 2 ആൽബിനോകളെയും നമ്മൾ സെപ്പറേറ്റ് ടാങ്കിലേക്ക് മാറ്റാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ നമ്മൾ പുതിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ 2 ആൽബിനോകളെയും ട്രാൻസ്ഫർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ എടുക്കുന്ന ആ ഒരു ടാങ്ക് ഉണ്ടല്ലോ, അതിനകത്തൊരു ബ്ലാക്ക് ജയന്റ് ഗൗരാമിയും എടുക്കുന്നുണ്ട്. അവരെ എല്ലാം ഈ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ആൽബിനോകളെ നമ്മൾ ആ ടാങ്കിലേക്ക് മാറ്റാനായിട്ട് അങ്ങനെയും പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടുതൽ ചാൻസും നമ്മൾ പുതിയൊരു ടാങ്ക് സെറ്റ് ചെയ്ത് അതിലേക്ക് മാറ്റാനായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ടാങ്ക്, അതായത് നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ എടുക്കുന്ന ആ ഒരു ടാങ്ക്, അതിലേക്ക് മാറ്റാനായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ഇല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബിനോ കാറ്റ്ഫിഷുകളെയും സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെയും സെപ്പറേറ്റ് വളർത്താനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ കൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എമർജൻസി ആയിട്ട് ഇവർക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂ വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആൽബിനോ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ എടുക്കുന്ന ആ ടാങ്കിലേക്ക് മാറ്റിയിട്ട് അവരെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ ആൽബിനോകളെ മാറ്റുമായിരിക്കും ചെയ്യുക. പിന്നെ ഈ ആൽബിനോകൾ ഒരു പെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിൻ്റെ നെറ്റിയിൽ അത്യാവശ്യം നല്ല ഹമ്പ് ഉണ്ട്, ഒരെണ്ണത്തിന് ഹമ്പ് കുറവായിരുന്നു. അപ്പോൾ അത് മെയിലും ഫീമെയിലും ആകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഈ ടാങ്കിനകത്ത് അവർ ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മെയിലും ഫീമെയിലും ആകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു പെയർ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ ഇതിൽ നിന്ന് മാറ്റുന്നത് തന്നെയാണ് നല്ലത്, കൂടുതൽ സ്ട്രെസ്സൊക്കെ വരുന്നതിന് മുമ്പ്. ഭാവിയിൽ നമ്മൾ എല്ലാ ബ്ലാക്കുകളെയും ഒന്നിച്ച് ഈ ഒരു ടാങ്കിൽ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബക്കറ്റുകളിലൊക്കെ 3 എടുക്കുന്നത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് നമ്മുടെ കാർപോർച്ച് ഒരെണ്ണം എടുക്കുന്നുണ്ട്, ആൽബിനോ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളുടെ ടാങ്കിൽ ഒരെണ്ണം എടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 8 നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും കൂടി ഈ ഒരു ടാങ്കിൽ കൊണ്ടുവന്ന് ഇടാമെന്നൊരു പ്ലാൻ ഉണ്ട്. അത് ഇപ്പോൾ ഒന്നും നടക്കില്ല. മറ്റേതൊക്കെ വലുതായതിനു ശേഷം ബക്കറ്റുകളിൽ കിടക്കുന്ന ആ ഒരു 8 ഇഞ്ച് സൈസ് ഉള്ളതൊക്കെ ഓൾമോസ്റ്റ് ഒരു 1 ഫീറ്റ് അടുത്താവുമ്പോൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവിടാമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാത്തിനെയും കൂടി. അതായത് ഏകദേശം ഒരേ സൈസ് ആകുമ്പോൾ എല്ലാത്തിനും ഒരുമിച്ച് ഈ ഒരു ടാങ്കിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആൽബിനോകളെ ട്രാൻസ്ഫർ ചെയ്യുന്നതും അതൊക്കെ നമ്മൾ ആ ഒരു സമയത്തിനിടയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിനകത്ത് 3 ബ്ലാക്ക് ജയന്റ് ഗൗരാമികൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, 2 ആൽബിനോകൾ ഉണ്ടെന്നും പറഞ്ഞു. പിന്നെ അവർ കൂടാതെ ഇതിനകത്ത് വേറെ ഏതൊക്കെ മീനുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഓസ്കാർ മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതിനകത്ത് ടോട്ടൽ 5 ഓസ്കാറുകൾ ഉണ്ടായിരുന്നു. 4 ഡെഡായി പോയി. ഈ 4 ഭീമൻ സൈസായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനകത്ത് 3 നല്ല സൈസ് ഉള്ളതായിരുന്നു. ഒരെണ്ണം എനിക്ക് ഫീമെയിലായിരുന്നു. ഇപ്പോൾ കിടക്കുന്നത് ഫീമെയിലാണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ അതിനകത്ത് കിടക്കുന്നതിന് അധികം സൈസ് ഇല്ല. ഡെഡായി പോയതല്ല, നല്ല വലിയ സൈസായിരുന്നു. ഏകദേശം 10 ഇഞ്ച് വരുന്ന വലിയ സൈസുകളായിരുന്നു. അവരായിരുന്നു ഈ ഒരു ടാങ്കിലെ രാജാക്കന്മാർ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് കുറച്ച് ചെറിയ ഗൗരാമികളും കുറച്ച് ബ്ലാക്ക് സക്കർ കാറ്റ് ഫിഷും പിന്നെ നമ്മൾ ഇട്ടത് ഈ 5 ഓസ്കാറുകളായിരുന്നു. ചെറിയ 2 ഇഞ്ച് സൈസിനെയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടത്. അവരാണ് പിന്നീട് ഈ ഒരു വെള്ളത്തിൽ കിടന്ന് നമ്മൾ പെല്ലറ്റ് മാത്രമാണ് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ നമ്മൾ പെല്ലറ്റ് മാത്രമാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വേറെ നോൺ വെജ് ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ആ 2 ഇഞ്ച് ചെറിയ സൈസ് ഇതിനകത്ത് കിടന്ന് 10 ഇഞ്ച് വരെ ആയി. നല്ല രസമായിരുന്നു കാണാനൊക്കെ ആയിട്ട്. നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കറക്റ്റ് വ്യൂ കിട്ടും. വലിയ സൈസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ. സമ്മർ സീസണിലാണ് ഇവരെ കൂടുതൽ പുറത്ത് കാണുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തണുപ്പ് കാലത്ത് കൂടുതലും അടിയിലായിരിക്കും അവർ നടക്കുക, ഫുഡ് കഴിക്കുന്നതൊക്കെ കുറവായിരിക്കും. എന്നാൽ വേനൽക്കാലമായി ചൂട് ഇതായി തുടങ്ങുമ്പോൾ ഇവരെ ഫുൾ ടൈം മുകളിൽ കാണാം. നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ലൈവായിട്ട് വന്ന് കഴിക്കും. അപ്പോൾ ഈ വലിയ സൈസ് ഓസ്കാറുകൾ നടക്കുന്നത് കാണാനായിട്ട് നല്ല രസമായിരുന്നു. പിന്നീട് ഓരോ മഴ വരുമ്പോഴും അവർക്ക് സ്ട്രെസ്സ് വന്നിട്ട് ഓരോന്നായിട്ട് ഓരോ മഴയിലായിട്ടാണ് ഡെഡായി പോയത്. അങ്ങനെ അവസാനം ഇപ്പോൾ ഇതിനകത്ത് ഒന്നേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരെണ്ണത്തിനെയാണ് കാണാനായിട്ട് പറ്റുന്നത്. ആ ബാക്കി വരുന്ന ഒരു പീസിന് അത്ര വലിയ സൈസൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 6 ഇഞ്ചോ 7 ഇഞ്ചോ സൈസ് അതിനെ കാണുള്ളൂ. അപ്പോൾ അവർക്ക് ശേഷമാണ് പിന്നെ ഇവർ ഇതിനകത്ത് വലുതായത്. നമ്മുടെ ബ്ലാക്ക് ജയന്റ് ഗൗരാമികളും ആൽബിനോകളൊക്കെ ഇതിനകത്ത് വന്ന് അവർ വലിയ സൈസായി. അപ്പോൾ ഇതിനകത്ത് ജയന്റ് ഗൗരാമികൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ഓസ്കാറുകളായിരുന്നു.
പിന്നെ ഇതിനകത്ത് ഏതൊക്കെ മീനുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഗോൾഡൻ ഗൗരാമികൾ കുറച്ചെണ്ണം കിടക്കുന്നുണ്ട്, ബ്ലൂ ഗൗരാമികൾ കുറച്ചെണ്ണം കിടക്കുന്നുണ്ട്, പിന്നെ കിടക്കുന്നത് സക്കർ കാറ്റ് ഫിഷുകളാണ്. ആ സമയത്ത് ഞാനിട്ടത് ബ്ലാക്ക് സക്കർ കാറ്റ് ഫിഷുകളായിരുന്നു. ഇനി നമ്മൾ ബ്ലാക്കുകളെ വാങ്ങിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും റീസെൻ്റ്ലി നമ്മൾ വാങ്ങിച്ചതെല്ലാം ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളാണ്. ഇതിൽ കിടക്കുന്ന ബ്ലാക്ക് സക്കർ കാറ്റ് ഫിഷുകളൊക്കെ അത്യാവശ്യം സൈസായിട്ടുണ്ട്. ചിലതൊക്കെ 1 ഫീറ്റിന് മേലേക്ക് ആവാറായിട്ടുള്ള സമയമായിട്ടുണ്ട്. അതിൽ കുറേ എണ്ണത്തിനൊക്കെ ഞാൻ ഈ ഒരു സമയത്തും കാണാറുണ്ട്. പക്ഷേ തല മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഈ ടാർപോളിൻ്റെ സൈഡിലായിട്ട് നമ്മൾ പെല്ലറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അവർ സൈഡിൽ വന്ന് കഴിക്കാറുണ്ട്. പിന്നെ കുറച്ച് സീബ്ര, ടൈഗർ ബാർബുകളൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ഇപ്പോൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇടയ്ക്കൊക്കെ 1-2 വന്ന് മുകളിൽ തീറ്റിട്ട് കൊടുക്കുമ്പോൾ കഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും നമ്മൾ കാണാറില്ല. ചിലപ്പോൾ ഡെഡായി പോയിട്ടുണ്ടായിരിക്കും. ചെറിയ മീനുകൾക്കൊന്നും ഈ വലിയ മീനുകളുടെ കൂടെ അധികകാലം സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അവർക്ക് സ്ട്രെസ്സ് വരുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ താഴ്ന്നു പോയി അവർക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് ഡെഡായി പോകും. അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ ഗൗരാമികൾ, ബ്ലൂ ഗൗരാമികൾക്ക് ഇതിനകത്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവരൊക്കെ ഈ ഒരു ജയൻറ്റ് ഗൗരാമികൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഓസ്കാറുകൾ ഉള്ള സമയത്ത് അവർ നാച്ചുറലായിട്ട് ഇതിനകത്ത് ബ്രീഡായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരിടയ്ക്ക് ഞാൻ നിറച്ച് ഗോൾഡൻ ഗൗരാമിയുടെ കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞുങ്ങളൊന്നും സർവൈവ് ചെയ്തില്ല. 1-2 കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ വേറെ ഏതോ ടബിലൊക്കെ കൊണ്ടിട്ട് വലുതാക്കിയതിന് ശേഷം തിരിച്ച് ഇതിനകത്ത് തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ നാച്ചുറലായിട്ട് ബ്രീഡായി, ഗോൾഡൻ ഗൗരാമി, ബ്ലൂ ഗൗരാമികളൊക്കെ. പിന്നീട് അവരുടെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായി. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇഷ്യൂ. വലിയ മീനുകളുടെ കൂടെ ഇടുമ്പോൾ അവർക്ക് ആ നാച്ചുറലായിട്ട് ബ്രീഡിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്ട്രെസ്സിലായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ ചെറിയ ഗൗരാമികൾ ഇതിനകത്ത് ബ്രീഡ് ആയാൽ തന്നെ അവരുടെ കുഞ്ഞുങ്ങളൊന്നും ഒരു കാരണവശാലും സർവൈവ് ചെയ്യില്ല. ഈ ചെറിയ ഗൗരാമികളുടെ ബ്രീഡിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ഈസിയാണ്. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അവരെ എടുത്ത് സെപ്പറേറ്റ് ബോക്സിലൊക്കെ ഇട്ട് ബ്രീഡ് ചെയ്യിക്കാം. അല്ലാതെ ഇതുപോലെ വലിയ ടാങ്കിലിട്ട് നാച്ചുറലായിട്ടും ബ്രീഡ് ചെയ്യിക്കാം. എനിക്ക് ഇതുപോലെ നാച്ചുറലായിട്ട് വലിയ ടാങ്കിലിട്ട് ബ്രീഡ് ചെയ്യിക്കുന്നതാണ് വളരെ നല്ലതായിട്ട് തോന്നിയത്. കാരണം ഞാൻ പറഞ്ഞല്ലോ മുമ്പ് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അവർ ഈ ടാർപോളിൻ്റെ സൈഡിലൊക്കെ വന്ന് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിയിട്ട് തന്നെത്താനെ ബ്രീഡായിട്ട് നിറച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്, ഈ വലിയ മീനുകൾ വരുന്നതിന് മുമ്പ്. പക്ഷേ ആ സമയത്ത് ഓസ്കാറുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളൊന്നും സർവൈവ് ചെയ്ത് കിട്ടാഞ്ഞത്. ഈ ടാർപോളിൻ്റെ മടക്കുകളുടെ അവിടെയൊക്കെ വന്ന് അവർ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിയിട്ട് തന്നെത്താനെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് നിറച്ച് ഇറങ്ങാറുണ്ടായിരുന്നു. ഇതിനകത്ത് വലിയ ഗൗരാമികൾ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടാങ്കിനകത്ത് നിറച്ച് ഗോൾഡൻ ഗൗരാമികളും ബ്ലൂ ഗൗരാമികളും നിറഞ്ഞാൻ ഈ സമയം കൊണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ആൽബിനോ ജയൻറ്റ് ഗൗരാമികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. കുറച്ച് നേരം മാത്രമാണ് നമുക്ക് അവരെ കാണാനായിട്ട് പറ്റിയത്. വേറെ ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ ഇവരെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിക്കാനായിട്ട് ശ്രമിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.